ഒരേ ജീവിതത്തിൽ തന്നെ ഒരു രാജാവിന്റെ എല്ലാ അധികാരവും ശക്തിയും അനുഭവിച്ചറിയുക, എന്നിട്ടതെല്ലാം ഉപേക്ഷിച്ച് ഒരു മഹർഷിയുടെ ആത്മീയമായ ഔന്നത്യത്തിലേക്കെത്തുക. അങ്ങനെ ഒരാളുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ. രാമന്റെ ഗുരുവായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിശ്വാമിത്രൻ. അദ്ദേഹത്തിന്റെ ഈയൊരു അവിശ്വസനീയമായ മാറ്റത്തിന്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അധികാരത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ആ വലിയ യാത്രയുടെ കഥ. ഈ വാക്കുകൾ വസിഷ്ഠ മഹർഷിയുടേതാണ്, അതും വിശ്വാമിത്രനെക്കുറിച്ച്. എന്തായിരിക്കുമല്ലേ ഇത്ര ആഴത്തിലൊരു വാചകം പറയാൻ മാത്രം ഒരു ബന്ധം ഇവർ തമ്മിൽ? ഒരു കാലത്ത് അപ്രതിനിര്യമയ ശത്രുക്കളായിരുന്ന ഇവർക്കിടയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥയുടെ ചുരുളഴിയുന്നത്. കഥ തുടങ്ങുമ്പോൾ വിശ്വാമിത്രൻ ഒരു ഋഷിയേയല്ല, ഒരു വലിയ രാജ്യത്തെ നീതിയോടെ ഭരിക്കുന്ന, പ്രജകൾക്ക് പ്രിയങ്കരനായ, പക്ഷേ തന്റെ കഴിവിലും ശക്തിയിലും ഒരുപാട് അഭിമാനിക്കുന്ന ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കഥയിലെ രണ്ട് ധ്രുവങ്ങളെ കാണുന്നത്. ഒരു വശത്ത് ഭൗതിക ശക്തിയുടെ പ്രതീകമായ വിശ്വാമിത്രൻ, അദ്ദേഹത്തിന്റെ വലിയ സാമ്രാജ്യം, എണ്ണിയാലൊടുങ്ങാത്ത സൈന്യം. മറുവശത്ത് വളരെ ലളിതമായൊരാശ്രമത്തിൽ ജീവിക്കുന്ന വസിഷ്ഠൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തി ആന്തരികമാണ്, തപസ്സിലൂടെ നേടിയെടുത്തതാണ്. ഈ രണ്ട് ലോകങ്ങൾ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഒരിക്കൽ തന്റെ കൂറ്റൻ സൈന്യത്തെയും കൊണ്ട് വേട്ടയ്ക്ക് പോയ വിശ്വാമിത്രൻ യാദൃശികമായി വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. അത്രയും ചെറിയൊരാശ്രമത്തിൽ വെച്ച് വസിഷ്ഠൻ രാജാവിനും 10,000-കണക്കിന് വരുന്ന അദ്ദേഹത്തിന്റെ സൈനികർക്കും അതിഗംഭീരമായൊരു സദ്യ ഒരുക്കി. രാജാവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ വസിഷ്ഠന്റെ ദിവ്യശക്തിയുള്ള പശുവായ ശബളയായിരുന്നു. ശബളയുടെ ആ അസാധാരണ കഴിവ് കണ്ടപ്പോൾ രാജാവിന്റെ ഉള്ളിൽ ഒരു മോഹം ഉടലെടുത്തു. ഇത്രയും വിശിഷ്ടമായ ഒരു ജീവി ഒരു സന്യാസിയുടെ കൈയിലല്ല, ഒരു രാജകൊട്ടാരത്തിലാണ് ഇരിക്കേണ്ടതെന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പിച്ചു. ശബളയെ തനിക്ക് തരണമെന്ന് അദ്ദേഹം വസിഷ്ഠനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വസിഷ്ഠൻ വളരെ സ്നേഹത്തോടെ ആ ആവശ്യം നിരസിച്ചു. ആ ഇല്ല എന്ന വാക്ക് വിശ്വാമിത്രനെന്ന രാജാവിന് താങ്ങാനായില്ല. അദ്ദേഹം ഉടനെ തന്റെ സൈന്യത്തോട് ശബളയെ ബലമായി പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചു. പക്ഷേ എല്ലാവരെയും ഞെത്തിച്ചുകൊണ്ട് വസിഷ്ഠന്റെ തപശ്ശക്തിയിൽ നിന്ന് വന്ന യോദ്ധാക്കൾ വിശ്വാമിത്രന്റെ ആ വലിയ സൈന്യത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. സാധാരണ സൈനിക ശക്തി കൊണ്ട് വസിഷ്ഠനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് അതോടെ വിശ്വാമിത്രന് മനസ്സിലായി. അതിലും വലിയ ശക്തി നേടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. രാജ്യമുപേക്ഷിച്ച് വർഷങ്ങളോളം കഠിനമായി തപസ്സു ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചു. അങ്ങനെ ദേവന്മാർക്ക് മാത്രം സ്വന്തമായ ദിവ്യാസ്ത്രങ്ങൾ, അതായത് സെലസ്റ്റിയൽ സൂപ്പർ വെപ്പൻസ്, അദ്ദേഹം സ്വന്തമാക്കി. ദിവ്യാസ്ത്രങ്ങളുടെ ശക്തിയുമായി തിരിച്ചെത്തിയ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ ആശ്രമം വീണ്ടും ആക്രമിച്ചു. ഇത്തവണത്തെ ആക്രമണം അതിഭയാനകമായിരുന്നു. അദ്ദേഹം അയച്ച അസ്ത്രങ്ങൾ ആശ്രമത്തെയും ചുറ്റുമുള്ള വനങ്ങളെയും കത്തിച്ചാമ്പലാക്കി. അവിടെയുണ്ടായിരുന്ന സന്യാസിമാരെല്ലാം ജീവനും കൊണ്ടോടി. ആ തീജ്വാലകൾക്ക് നടുവിൽ സർവനാശം വിതയ്ക്കുന്ന ആ അന്തരീക്ഷത്തിൽ വസിഷ്ഠൻ മാത്രം ഒരു പോരൽ പോലുമേൽക്കാതെ ശാന്തനായി നിന്നു. അദ്ദേഹത്തിന്റെ ബ്രഹ്മദണ്ഡ്, അതായത് ആത്മീയ ഊർജം, എല്ലാ ദിവ്യാസ്ത്രങ്ങളെയും തടഞ്ഞു നിർത്തുന്ന ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിച്ചു. ആ നിമിഷം വിശ്വാമിത്രൻ ശരിക്കും തകർന്നുപോയി. തന്റെ കഠിനമായ തപസ്സിലൂടെ നേടിയെടുത്ത, ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ച ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, അതെല്ലാം വസിഷ്ഠന്റെ ആത്മീയ ശക്തിക്കു മുന്നിൽ ഒരു വിലയുമില്ലാതെയായിത്തീരുന്നത് അദ്ദേഹം നിസ്സഹായനായി നോക്കി നിന്നു. അപ്പോഴാണ് ഒരു മിന്നൽ പോലെ ആ വലിയ സത്യം അദ്ദേഹത്തിന് മനസ്സിലായത്. യഥാർത്ഥ ശക്തി ആയുധങ്ങളിലോ സൈന്യത്തിലോ അല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് തപസ്സിലൂടെ നേടുന്ന ആന്തരിക ശക്തിയിലാണ്. ആ നിമിഷം വസിഷ്ഠനെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു ലക്ഷ്യം അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞുവന്നു. അതെ, വസിഷ്ഠനെപ്പോലെ ഒരു ബ്രഹ്മർഷിയാകുക, അതായിരുന്നു വിശ്വാമിത്രന്റെ പുതിയ ലക്ഷ്യം. ഭൗതികമായ ശക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള ഒരു കഠിനമായ യാത്ര അദ്ദേഹം അവിടെ തുടങ്ങുകയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. തന്റെ രാജപദവി, സാമ്രാജ്യം, സർവ്വസുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ചാണ് വിശ്വാമിത്രൻ തപസ്സിന്റെ വഴിയിലേക്കിറങ്ങിയത്. അതൊരു ചെറിയ യാത്രയായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു കഠിനമായ യാത്രയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. പുഷ്കറിൽ വെച്ച് ദേവന്മാരയച്ച അപ്സരസായ മേനകയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അദ്ദേഹത്തിന്റെ തപസ്സു മുടങ്ങി.
അതൊരു തിരിച്ചടിയായിരുന്നെങ്കിലും അതിൽ നിന്നൊരു പാഠം അദ്ദേഹം പഠിച്ചു. താൻ ഇനിയും ആഗ്രഹങ്ങളെ ജയിച്ചിട്ടില്ല. പിന്നീട് ഹിമാലയത്തിൽ വെച്ച് ഇന്ദ്രൻ അയച്ച രംഭയെ കോപമടക്കാനാവാതെ അദ്ദേഹം ശപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കോപത്തെയും താൻ ഇതുവരെ കീഴടക്കിയിട്ടില്ല. ഓരോ പരാജയവും അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കാനുള്ള ഓരോ പാഠങ്ങളായി മാറി. ഒരു രാജാവിൽ നിന്ന് ഋഷിയും പിന്നീട് മഹർഷിയുമായി മാറാൻ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ വേണ്ടിവന്നു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും കൂടുതൽ വാശിയോടെ അദ്ദേഹം തപസ് തുടർന്നു. തന്റെ ഉള്ളിലെ അവസാനത്തെ ശത്രുവായ കോപത്തെ കീഴടക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒടുവിൽ പൂർവ്വദേശത്ത് വെച്ച് 1000 വർഷം നീണ്ട അതികഠിനമായ തപസ്സിനൊടുവിൽ അദ്ദേഹം തന്റെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായി ജയിച്ചു. പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിന്റെ തപസ്സിനു മുന്നിൽ നമിച്ചു. ദേവന്മാർ അദ്ദേഹത്തെ ബ്രഹ്മർഷി എന്ന് വിളിച്ച് ആദരിച്ചു. പക്ഷേ ഈ കഥയിലെ ഏറ്റവും മനോഹരമായ ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ, അതായത് വശിഷ്ഠനെ തോൽപ്പിക്കുക എന്ന അസൂയയിൽ നിന്നാണോ അദ്ദേഹം ഈ യാത്ര തുടങ്ങിയത്, ആ ലക്ഷ്യം നേടിയപ്പോൾ ആ അസൂയയും മത്സരബുദ്ധിയുമെല്ലാം അപ്രസക്തമായി തീർന്നു. അതിനൊന്നും ഒരർത്ഥവുമില്ലാതായി. യഥാർത്ഥ ജ്ഞാനം നേടിയ വിശ്വാമിത്രൻ നേരെ വസിഷ്ഠന്റെ മുന്നിലെത്തി. പഴയ ശത്രുതയുടെ ഒരു കണിക പോലും അദ്ദേഹത്തിലുണ്ടായിരുന്നില്ല. വസിഷ്ഠൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ഒരു ബ്രഹ്മർഷിയായി അംഗീകരിച്ചു. അതോടെ വർഷങ്ങൾ നീണ്ട ശത്രുത എന്നേക്കുമായി അവസാനിച്ചു. വിശ്വാമിത്രന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. നമ്മുടെ ഭൂതകാലമോ നമ്മുടെ കുറവുകളോ എന്തുമായിക്കോട്ടെ, ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുന്ന ആ വലിയ വെല്ലുവിളി, ആ അതിർത്തി ഏതാണ്?